ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോംവേൾഡ് വിത്ത് SKS. നമ്മുടെ അടുത്ത എപ്പിസോഡ് പെക്യൂലിയർ ഐറ്റത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇനവുമായിട്ടാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഇനത്തെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ എപ്പിസോഡിൽ ഒരേ ഒരു ഇനം മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അതാണ് ഈ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം. അത് മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും ശ്രദ്ധ വേണ്ട ഒരു ഇനം തന്നെയാണിത്. മാത്രമല്ല, ഇതിന്റെ കാൽക്കുലേഷൻ വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോയില്ല എങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഇനം മാത്രമായിട്ട് ഡിസ്കഷന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. മറ്റ് എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെക്യൂലിയർ ഐറ്റം ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന്റെ 1-2 ഇലസ്ട്രേഷൻ എക്സാമ്പിൾസും കൂടി ഞാൻ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാൽക്കുലേഷനും കൂടി ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ഇനം മാത്രമായിട്ട് ചുരുങ്ങാനും കാരണം. അപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന്റെ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കൺസേൺസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കൺസേൺസിനെ സംബന്ധിച്ചോ പോലെയല്ല. വ്യത്യാസമാർന്ന പല ഇനങ്ങളും ഇതിനോടകം തന്നെ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന വേളയിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പോർട്സ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ബാറ്റ്സ്, അതുപോലെ ബോളുകൾ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെഡിസിൻസും, പൊതുവായിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ സ്റ്റേഷനറി ഇനങ്ങളെല്ലാം ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി കൺസ്യൂമബിൾസ് എന്നുള്ള പേരിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന്റെ അക്കൗണ്ടിംഗ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടൊരു ചർച്ചാ സെഷൻ കൂടിയായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള ബാറ്റ്സ്, അതുപോലെ ബോൾസ്, മെഡിസിൻസ്, സ്റ്റേഷനറി തുടങ്ങിയ ഇനങ്ങളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. നോർമലി ഇത്തരം സ്റ്റോക്ക് ഐറ്റത്തിന്മേൽ നമ്മൾ ചെലവാക്കുന്ന തുക അതാത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ പഴയ നീക്കിയിരിപ്പ് തുക, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും അതാത് വർഷത്തെ അൺയൂസ്ഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കും കൂടി കണക്കിൽ വരുമ്പോൾ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ്സും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ യഥാർത്ഥ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഇനത്തിൽ നമ്മുടെ ചെലവ് കണ്ടെത്തി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്ന്, ഇത്തരം സ്റ്റോക്ക് ഐറ്റത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ചതിന്റെ ചെലവ് എത്രയാണ് ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഹൗ മച്ച് ഈസ് ദ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റിംഗ് ടു സച്ച് ഐറ്റംസ് ആക്ച്വലി കൺസ്യൂംഡ് ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ ഇയർ. 2, ഇത്തരം സ്ഥാപനങ്ങളുടെ പർച്ചേസസിൽ ക്യാഷ് പർച്ചേസിനോടൊപ്പം ഒരുപക്ഷെ ക്രെഡിറ്റ് പർച്ചേസും വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താനായിട്ട് ഹിയർ വി ഹാവ് ടു പ്രിപ്പയർ എ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അതെങ്ങനെ തയ്യാറാക്കും, അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഇനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ എനിക്കുള്ളത്, ഇതിന്റെ കാൽക്കുലേഷനിൽ നമുക്ക് പല മെത്തേഡുകളും സ്വീകരിക്കാം. ആശയം ഉൾക്കൊള്ളാനായിട്ട് ഇതിലേത് മെത്തേഡ് സ്വീകരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യമായ മെത്തേഡുകളെ കുറിച്ചും ഞാൻ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് ഇത്തരം ഇനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 2, അതാത് ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്നും എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റോക്ക് കൺസ്യൂംഡും പർച്ചേസസും എല്ലാം കണ്ടെത്തുന്നത്, സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇലസ്ട്രേഷൻസിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ഇനം കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഇനമായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ തലത്തിലുമുള്ള കാൽക്കുലേഷനെ കുറിച്ച് ശരിക്കും പഠിക്കുക. ഇതിന്റെ തുടർച്ചയായിട്ട് 1-2 ഇലസ്ട്രേഷൻ ക്വസ്റ്റ്യൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ട് കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല വ്യക്തത കൈവരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ once again I am welcoming all to Comworld with SKS. Let us move on to the topic. Thank you. സ്റ്റുഡൻസ്, പെക്യൂലിയർ ഐറ്റത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഇനമാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം. 12ാമത്തെ ഇനമായിട്ടാണ് നമ്മൾ ഈ ഇനത്തെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഇനമായിട്ട് മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ കാരണം ഇതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്.
ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് തന്നെ ഞാൻ കണക്കാക്കി പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ? കുറച്ച് സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽസ്, അതുപോലെ കുറച്ച് മെഡിസിൻസ്. നമ്മൾ പഠിച്ചു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിൻ്റെ സ്റ്റോക്ക് അഥവാ അവർ കൈകാര്യം ചെയ്യുന്ന ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള ഇനങ്ങളാണ്. സാധാരണ ഒരു ട്രേഡിംഗ് കൺസേൺസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഇനങ്ങളായിരിക്കില്ല അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് സ്റ്റേഷനറി വരാം, സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് സ്പോർട്സ് മെറ്റീരിയൽസ് ഉൾപ്പെടാം, ഒരു ഹോസ്പിറ്റലാണെങ്കിലോ ഹോസ്പിറ്റൽ മെഡിസിൻസ് ഉൾപ്പെടാം. സോ സച്ച് ഐറ്റംസ് ആർ മെൻഷൻഡ് ബൈ ദ നെയിം കൺസ്യൂമബിൾസ്. അതായത് ഐറ്റംസ് ലൈക്ക് സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽസ് ലൈക്ക് ബാറ്റ്സ്, ബോൾസ്, ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ മെഡിസിൻസ്, ഇതെല്ലാം കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന സ്റ്റോക്ക് ഇനങ്ങളാണ്. നമുക്കതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ഇത്തരം സ്റ്റോക്ക് ഐറ്റത്തിന്മേൽ നമ്മൾ ചിലവാക്കുന്ന തുക ആ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നോർമലി ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സച്ച് കൺസ്യൂമബിൾ ഐറ്റംസ് ആർ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്കറിയാം എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കി നമ്മുടെ നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇത്തരം ഇനങ്ങളിൽ മേൽ നമ്മൾ അതാത് വർഷം ചെലവാക്കുന്ന തുക ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരം സ്റ്റോക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷത്തെ നീക്കിയിരിപ്പ് ബാക്കി, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ അതാത് വർഷങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്ന അഥവാ അൺയൂസ്ഡ് ആയിട്ടിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കുകളും ഉണ്ടാവും. അതായത് ഇത്തരം സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ കൂടി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ, അതായത് ചില അഡ്ജസ്റ്റ്മെന്റ്സും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ അതാത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രസക്തി വരുന്നത്. സോ ഇഫ് എനി ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസസ് ആർ ദെയർ റിലേറ്റിംഗ് ടു സച്ച് ഐറ്റംസ് we have to make certain adjustments also. അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ നടത്തി പ്രീവിയസ് സ്റ്റോക്കും കറണ്ട് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കറണ്ട് ഇയറിലെ എത്രത്തോളം ഇനങ്ങളാണ് ഇവയിൽ നമ്മൾ ഉപയോഗിച്ചത് അഥവാ കൺസ്യൂം ചെയ്തത് അവയുടെ ചെലവ് കൃത്യമായിട്ട് കണ്ടെത്തി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വി ഹാവ് ടു കൺസിഡർ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സച്ച് ഐറ്റംസ് ആൻഡ് പർച്ചേസസ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ് for finding out the expenses incurred towards the actual stock items consumed or used during the current year. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത്തരം ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിലെ സ്റ്റോക്ക് ഓപ്പണിംഗ് ഡേറ്റിലുണ്ടെങ്കിലും അതുപോലെ തന്നെ അതാത് വർഷം അൺയൂസ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്ക് നമ്മുടെ കൈവശം ക്ലോസിംഗ് ഡേറ്റിൽ സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിലും ഈ രണ്ട് തീയതികളിലെയും സ്റ്റോക്കും കൂടി കൈവശമിരിക്കുന്ന നീക്കിയിരിപ്പ് സ്റ്റോക്കും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ വർഷം നമ്മൾ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്റ്റോക്ക് ഐറ്റംസ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണ്ടെത്തിയ സ്റ്റോക്ക് മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. യഥാർത്ഥത്തിൽ അഥവാ ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച അഥവാ കൺസ്യൂം ചെയ്ത സ്റ്റോക്ക് ഐറ്റത്തിന്മേൽ നമ്മൾ ചെലവാക്കിയ തുക മാത്രമേ ആ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്ത് എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ പ്രസക്തി ഏറുകയാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. 1. Purchases of an organization may include cash purchases as well as credit purchases. ഒരു സ്ഥാപനം ഇത്തരം ഇനങ്ങളിൽ പർച്ചേസ് നടത്തുമ്പോൾ അതിനകത്ത് ക്യാഷ് പർച്ചേസും ഉൾപ്പെടാം, ഒപ്പം ക്രെഡിറ്റ് പർച്ചേസും ഉൾപ്പെടാം. Then point number 2, amount paid towards the stock items during the year will be obtained from the payment side of receipts and payments account. Amount already spent towards such stock items by an organization will be reflected or revealed from the payment side of our first document, receipts and payments account. Receipts and payments അക്കൗണ്ടിൽ നിന്നാണ് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഈ വർഷം ഈ ഇനങ്ങളുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാക്കി എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. പോയിന്റ് നമ്പർ 3, എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്നും
കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ ഇയർ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇഫ് അക്കൗണ്ട്സ് ആർ required to be prepared during 2019-20 2019-2020 കാലയളവിലെ അക്കൗണ്ട്സ് ആണ് നമ്മളോട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2019-20 ആണ്. അത് 1/4/2019 സ്റ്റാർട്ട് ചെയ്ത് 31 മാർച്ച് 2020 അവസാനിക്കുന്ന തീയതിയായിരിക്കാം അതിന്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇനി അതല്ല 2020 മാത്രം കണക്കാണെങ്കിൽ മേ ബി ഇറ്റ് സ്റ്റാർട്ട് വിത്ത് 1/1/2020 and ends with 31/12/2020. അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അതിനകത്ത് ട്രേസ് ചെയ്യേണ്ടതാണ്. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 2019-20 ആണെങ്കിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി 2018-2019 ആൻഡ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി 2020-21. അപ്പോൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 2019-20 ആണെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2018-19 ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി 2020-2021, അതായത് സക്സീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഫോർത്ത് പോയിന്റ്, ടു നോ ദ എമൗണ്ട് ഓഫ് കൺസംപ്ഷൻ പ്രിപ്പയർ സെപ്പറേറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഫോർ ഈച്ച് കൺസ്യൂമബിൾസ്. ഇത്തരം ഇനങ്ങൾ നമ്മൾ ഒരു വർഷം കൺസ്യൂം ചെയ്തു അഥവാ യൂസ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ആ ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകം സ്റ്റോക്ക് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. നമുക്കറിയാം ഓൾറെഡി ഇത്തരം സ്ഥാപനങ്ങൾ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഇനം സ്റ്റേഷനറി ആണെങ്കിൽ we have to prepare stock of stationery account to find out how much stationery was consumed during that particular year. അതുപോലെ ഒരു ക്ലബിനെ സംബന്ധിച്ച് സ്പോർട്സ് മെറ്റീരിയൽസ് ആണ് അവരുടെ സ്റ്റോക്ക് ഐറ്റം എങ്കിൽ they will prepare stock of sports materials account to know how much of sports materials were consumed during a particular financial year. Okay. Point number 5. If total credit purchases is missing, then we have to prepare a total creditors account. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പർച്ചേസസിൽ ക്യാഷ് പർച്ചേസിൻ്റെ ഒപ്പം ക്രെഡിറ്റ് പർച്ചേസും വരാം. ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്ന ഇനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതെങ്ങനെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ടു പ്രിപ്പയർ എ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയാണ് ആ അക്കൗണ്ടിലൂടെയാണ് ആ വർഷം എത്രത്തോളം സ്റ്റോക്ക് ഐറ്റംസ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദ ഫിഫ്ത്ത് പോയിന്റ് സേസ് ദാറ്റ് ഇഫ് ദ ക്രെഡിറ്റ് പർച്ചേസസ് ഈസ് മിസ്സിംഗ് ഇൻ ദ ക്വസ്റ്റ്യൻ ദെൻ ഇറ്റ് വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിംഗ് എ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽസ്, ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അക്കൗണ്ട് എക്സെട്ര. ഇതെല്ലാം കടത്തിന് മേടിച്ച ഇൻഫർമേഷനെ സൂചിപ്പിക്കുന്നതാണ്. ക്രെഡിറ്റേഴ്സ് ടുവേർഡ്സ് സ്പോർട്സ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ടുവേർഡ്സ് സ്റ്റേഷനറിയും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഉദാഹരണത്തിലൂടെ പ്രതിഫലിക്കുന്നത് നമുക്ക് നോക്കാം. 2020 ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്നത് ടെന്നീസ് ബോൾസ് ആണ്. 1/1/2020 അതായത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് അഥവാ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ കൈവശമുള്ള ടെന്നീസ് ബോൾസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആ വർഷം ക്ലബ്ബ് നടത്തിയ ഫർദർ പർച്ചേസസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ 31 ഡിസംബർ 2020 അഥവാ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിലെ ചില ഇൻഫർമേഷൻസും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ ക്ലബിന്റെ കൈവശം 20 ബോൾസ്, ഒരു ബോളിന് 20 രൂപ നിരക്കിൽ 20 ബോൾസ് അവരുടെ കൈവശം 1-ാം തീയതി തന്നെ സ്റ്റോക്കായിട്ട് കൈവശം ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഈ വർഷം ഓപ്പണിംഗ് ഡേറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രകാരം കറണ്ട് ഇയറിൽ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണ്. 10 ബോൾസും കൂടി 20 രൂപ നിരക്കിൽ 200 രൂപ ചിലവാക്കി ഈ ക്ലബ്ബ് പർച്ചേസ് ചെയ്തു. ഇതെവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിലെ ഡീറ്റെയിൽസ് കോളത്തിൽ നിന്നാണ്. സ്റ്റോക്ക് അറ്റ് എൻഡ് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക്. 5 നമ്പർ ഓഫ് ബോൾസ് വെയർ കെപ്റ്റ് അൺയൂസ്ഡ് ബൈ ദ ക്ലബ് അറ്റ് ദ റേറ്റ് ഓഫ് 20 ഈച്ച് വർത്ത് ₹100. 100 രൂപ വിലയ്ക്കുള്ള 5 ബോളുകൾ 20 രൂപ നിരക്കിലുള്ളത് നമ്മുടെ കൈവശം, ക്ലബിന്റെ കൈവശം അൺയൂസ്ഡ് ആയിട്ട് അതായത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 20 എണ്ണം,
ആ വർഷം നടത്തിയ പർച്ചേസ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. 10 കൂടി നമ്മൾ മേടിച്ചു, 200 രൂപ സ്പെൻഡ് ചെയ്തു. ക്ലോസിംഗിൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാതെ, അതായത് അൺയൂസ്ഡ് ആയിട്ട് ഒരു 5 ബോളും കൂടി 100 രൂപ ടോട്ടൽ വാല്യൂ ഉള്ളത് നമ്മുടെ കൈവശം ഇരിപ്പുണ്ട്. സോ ഈ ഡീറ്റെയിൽസിൽ നിന്നും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ വർഷം ഈ ക്ലബ്ബ് എത്രത്തോളം രൂപയുടെ ടെന്നീസ് ബോൾസ് ആണ് ഉപയോഗിച്ചത്, കൺസ്യൂം ചെയ്ത്. ആ ചെലവിനെയാണ് നമ്മൾ കണ്ടെത്തി ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ടെന്നീസ് ബോൾ ഇനത്തിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഹൗ മെനി ബോൾസ് വെയർ കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഡ്യൂറിങ് 2020. ഓപ്പണിംഗ് സ്റ്റോക്ക് 1/1/2020 നമ്മുടെ കൈവശം കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പ് സ്റ്റോക്കായിട്ട് എത്ര ബോൾസ് ഉണ്ടായിരുന്നു? 20 എണ്ണം. ഈ വർഷം നടത്തിയ പർച്ചേസസ് എത്രയാന്ന് പറഞ്ഞു? 10 ബോൾ. എക്സ്ട്രാ 10 ബോളും കൂടി നമ്മൾ 20 രൂപ നിരക്കിൽ പർച്ചേസ് ചെയ്തു. 200 രൂപ സ്പെൻഡ് ചെയ്ത് നടത്തിയ ഈ പർച്ചേസിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പേയ്മെന്റ് സൈഡിൽ നിന്ന് ലഭ്യമായിരുന്നു. അപ്പോൾ 10 എണ്ണം കൂടി നമ്മൾ എക്സ്ട്രാ മേടിച്ചു. 20 എണ്ണം ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ളതും 10 എണ്ണം കൂടി അഡീഷണലി മേടിച്ചതും കൂടെ ചേരുമ്പോൾ 30 ടെന്നീസ് ബോൾസ് ക്ലബിന്റെ കൈവശം ഇരിക്കുകയാണ്. സോ 20 + 10 30. ക്ലോസിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസും കൂടെ ഒന്ന് പരിഗണിക്കാം. 31/12/2020 ക്ലബിന്റെ കൈവശം അൺയൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കാത്ത സ്റ്റോക്കുകൾ എത്ര എണ്ണം മിച്ചമുണ്ട്? 5 എണ്ണം. എത്ര ബോളുകളാണ് ക്ലബിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 2020 എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? 30 ബോൾസ് കൈവശമുള്ളതിൽ 5 എണ്ണം അൺയൂസ്ഡ് ആയിട്ട് ബാക്കി നിന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 25 ബോൾസ് ആണ് ക്ലബ്ബ് ഈ വർഷം എന്ത് ചെയ്തത്? ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ച അഥവാ കൺസ്യൂം ചെയ്ത അല്ലെങ്കിൽ യൂസ് ചെയ്ത ടെന്നീസ് ബോൾസിന്റെ വിലയായിട്ടുള്ള എത്രയാ? 500 രൂപയാണ് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസ്യൂം ചെയ്ത ടെന്നീസ് ബോളിന്റെ ചെലവായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ഇനി ഇതെവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ദ സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ്, അതായത് നമ്മൾ പറഞ്ഞു 25 ബോൾസ് വെയർ യൂസ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. സോ ഇറ്റ്സ് വാല്യൂ ഈസ് ₹500. ആ 500 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. പോയിന്റ് ക്ലിയർ ആയല്ലോ? ദെൻ പോയിന്റ് നമ്പർ 2, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 31/12/2020 നമ്മുടെ കൈവശം ഇരുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുകയും വേണം. The step to be followed to find out the stock of such items consumed during the current year is, നമ്മൾ അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി ഞാൻ മാറ്റാൻ പോവാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഐറ്റം. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ആഡഡ് ദ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ആഡ് ചെയ്തു. ആ കിട്ടിയ തുകയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഡിഡക്റ്റിംഗ് ദ ക്ലോസിംഗ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് സ്റ്റോക്ക് ഓഫ് ഐറ്റം റിമെയിൻഡ് അൺയൂസ്ഡ് ആസ് ഓൺ 31st December 2020. ഈ വർഷത്തെ നമ്മുടെ കണക്കിൽ ക്ലോസിംഗിൽ അൺയൂസ്ഡ് ആയിട്ടിരുന്ന സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ ആണ് സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. അതായത് സ്റ്റെപ്പ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, add purchases made during the year. From the total figure, we have to deduct the closing stock of that particular item. The remaining amount will be stock item consumed during that particular year, which is to be debited to income and expenditure account. ഇതിനകത്ത് ഈ പറയുന്ന ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കൈവശിരിക്കുന്ന അൺയൂസ്ഡ് സ്റ്റോക്കിനെ ആ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയ സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് എന്ന് പറയുന്ന തുകയെ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ സ്റ്റോക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. മറ്റൊരു എക്സാമ്പിളിലോട്ട് കിടക്കുവാണ്. ഇവിടെ സ്റ്റോക്ക് ഐറ്റമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് സ്റ്റേഷനറി ആണ്. ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഷോസ് എ പേയ്മെന്റ് ഓഫ് ₹40,000 ടുവേർഡ്സ് സ്റ്റേഷനറി. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ 40,000 രൂപ സ്റ്റേഷനറി ഇനത്തിൽ പേയ്മെന്റ് നടത്തിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒപ്പം സ്റ്റേഷനറി ഇനത്തിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 12,000 രൂപ. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഈസ് ഓൾസോ പ്രൊവൈഡഡ് ആസ് ₹15,000. ഈ വർഷം സ്റ്റേഷനറി ഇനത്തിൽ നമ്മൾ ചെലവാക്കിയ തുകയെക്കുറിച്ച് പറയുന്നുണ്ട് 40,000. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ലഭ്യമായത്. കൂടാതെ
ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ കൈവശിരിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് 12,000. അതുപോലെ തന്നെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഇയർ എൻഡിൽ നമ്മുടെ കൈവശിരിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ചും അഥവാ ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചും പറയുന്നുണ്ട് 15,000. ഈ 3 ഇൻഫർമേഷനിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഈ വർഷം സ്റ്റേഷനറി ഇനത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. So we are going to calculate the stock of stationery consumed during the current year. ഈ എമൗണ്ട് കണ്ടുപിടിച്ചാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്റ്റേഷനറി ഇനത്തിലുള്ള ചെലവായിട്ട് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. സോ സ്റ്റെപ്പ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ദ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 40,000. ഈ വർഷം നടത്തിയ പർച്ചേസ് നമ്മൾ ആഡ് ചെയ്തു. സോ 52,000 ടോട്ടലിൽ നിന്ന് we have to deduct closing stock, that is the stock of stationery as on the closing date which remains unused 15,000 കൂടെ കുറയ്ക്കുമ്പോൾ we will get the figure 37,000 which denotes the stock of stationery consumed during the current year, and this amount should be debited to income and expenditure account. 15,000 rupees നമ്മൾ എന്ത് ചെയ്യണം? അൺയൂസ്ഡ് സ്റ്റോക്കിനെ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഒപ്പം 37,000 rupees ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയാണ്. അതേ അപ്രോച്ചിലൂടെ തന്നെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിസൾട്ടിലോട്ട് സൊല്യൂഷനിലോട്ട് വരുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അക്കൗണ്ട് ആണ്. ബിക്കോസ് ദ സ്റ്റോക്ക് ഐറ്റം ഹിയർ ഈസ് സ്റ്റേഷനറി. സോ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റേഷനറി എന്ന് പറയുന്ന ഇവിടെ നമ്മളൊരു അസറ്റായിട്ട് കണക്കാക്കുന്ന ഈ സ്റ്റോക്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലാണ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് ബ്രോഡ് ഡൗൺ ചെയ്തു. അതുപോലെ തന്നെ ആ വർഷം നടത്തിയ പർച്ചേസസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ലഭ്യമായ 40,000 രൂപയുടെ പർച്ചേസസ് എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നുള്ള എൻട്രിയുടെ പുറത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ദാറ്റ് ഈസ് ദ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ. ഒപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇൻഫർമേഷൻ ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്കിനെ കുറിച്ചായിരുന്നു. അത് 15,000 ആയിരുന്നു. അതും കൂടി നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് കാണിച്ചു ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ക്യാരി ഡൗൺ ചെയ്ത് കാണിക്കുന്നു. ഈ വർഷത്തെ പർച്ചേസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രകാരം കിട്ടിയ 40,000 രൂപ നമ്മൾ ഈ സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തും കാണിക്കുന്നു. ദെൻ നമുക്കത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ 52,000. ദ ബാലൻസ് വിൽ ബി ഹൗ മച്ച്? 37,000 വിച്ച് ഡിനോട്ട്സ് ദ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ, and this amount should be transferred to income and expenditure account. This figure denotes the stock of stationery consumed during the year. So what is the entry for recording this item? Income and expenditure account debited to stock of stationery account. Closing date ലുള്ള ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കണം. Closing stock of stationery എന്നുള്ള പേരിൽ. So next we will go on to another example with stock item sports materials. From the given information for the year 2018-19, find out the total purchases of sports materials and sports materials consumed during 2018-19. ഇവിടെ സ്റ്റോക്ക് ഐറ്റം സ്പോർട്സ് മെറ്റീരിയൽസ് ആണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യപ്പെട്ടേക്കുന്നത്. ഒന്ന്, ഈ വർഷം നടത്തിയ പർച്ചേസസ് എത്ര, ഈ വർഷം എത്ര രൂപയുടെ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ കൺസ്യൂം ചെയ്തു. സോ ഈ രണ്ട് കാര്യങ്ങളും കണ്ടെത്താനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. രണ്ട് ഡേറ്റ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആസ് വി നോ ദ ഓപ്പണിംഗ് ഡേറ്റ് വിൽ ബി 1/4/2018 ആൻഡ് ദ ക്ലോസിംഗ് ഡേറ്റ് വിൽ ബി 31st March 2019. തന്നേക്കുന്ന ഒന്നാമത്തെ ഇൻഫർമേഷൻ ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽസ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽസിന്റെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് രണ്ട് ഡേറ്റിനുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ എന്തൊക്കെയാന്ന് നോക്കി. ഡ്യൂറിംഗ് ദ ഇയർ 2018-19 പേയ്മെന്റ് മെയ്ഡ് ടു ദീസ് ക്രെഡിറ്റേഴ്സ് വെയർ 10,800. 10,800 രൂപ ഈ വർഷം ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ക്യാഷ് പർച്ചേസസ് ഈസ് ടു ബി അസർട്ടൈൻഡ് ആസ് 10% ഓഫ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പം നമുക്ക് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമല്ല. പർച്ചേസ് കണ്ടുപിടിക്കണം. ആ ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10% ക്യാഷ് പർച്ചേസ് ആയിട്ടും കൂടെ കണക്കാക്കിയിട്ട് വേണം വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ പർച്ചേസസ്. ക്ലിയർ ആയല്ലോ? ഒന്ന്,
ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ 10% ക്യാഷ് പർച്ചേസ് ആയിട്ട് പരിഗണിക്കണം. ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് ഈ വർഷത്തെ ടോട്ടൽ പർച്ചേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ടോട്ടൽ പർച്ചേസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലൂടെ എത്രത്തോളം സ്പോർട്സ് മെറ്റീരിയൽസ് ഈ വർഷം കൺസ്യൂം ചെയ്തെന്നും അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. തന്നേക്കുന്ന ഇൻഫർമേഷനിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ട് 2 ഡേറ്റിനും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ഉണ്ട്. കൂടാതെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ നടത്തിയ പേയ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്രെഡിറ്റ് പർച്ചേസിന്റെ 10% ക്യാഷ് പർച്ചേസ് ആയിട്ട് കണ്ടെത്തണം എന്നും പറയുന്നുണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള അത്യാവശ്യം ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫൈൻഡിങ് ക്രെഡിറ്റ് പർച്ചേസസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ ബോത്ത് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ആർ നോട്ട് ഗിവൺ. ഇൻസ്റ്റെഡ് എ ഹിന്റ് ഈസ് ഗിവൺ റിഗാർഡിംഗ് ദ ക്യാഷ് പർച്ചേസസ്, ദാറ്റ് ഈസ് 10% of credit purchases. Payment made to creditors rupees 10,800 is also mentioned here. 1800 രൂപ ക്രെഡിറ്റേഴ്സിന് നടത്തിയ പേയ്മെന്റ് പറയുന്നുണ്ട്. You have to prepare a total creditors account for finding the credit purchases made by the organization during the current year. We are preparing a creditors account. So heading എന്താണ്? Creditors for sports materials account as on 31/3/2019. അന്നേ ദിവസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നോർമലി ടി ഫോമിൽ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു ലയബിലിറ്റി ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതിന്റെ പേരിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന വിഭാഗക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റിന് തന്നേക്കുന്നത് എത്രയുണ്ടെന്ന് നോക്കിക്കേ. ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ടുള്ള 1/4/2018 ക്രെഡിറ്റേഴ്സ് ഇനത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാ? 2000. ലയബിലിറ്റി അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് അതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. സോ ബ്രോഡ് ഡൗൺ ചെയ്തു 2000. ഈ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള പേരിൽ ഔട്ട്സ്റ്റാൻഡിംഗ് 31 മാർച്ച് 2019 എത്ര എമൗണ്ട് എന്ന് നോക്കിക്കേ? 1200. സോ ഒരു ലയബിലിറ്റി അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഏത് സൈഡിലാണ് രേഖപ്പെടുത്തുന്നത്? അത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യണം. 1200 രൂപ ക്യാരി ഡൗൺ ചെയ്തു. ഈ വർഷം എത്ര രൂപ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. സോ ദിസ് എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നുള്ള എൻട്രിയിലൂടെ നമ്മൾ ഈ എമൗണ്ട് അവിടെ രേഖപ്പെടുത്തി കാണിക്കുകയാണ്. ഇപ്പം അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കാം. 2 സൈഡും ഞാൻ ടോട്ടൽ ചെയ്യാൻ പോവുകയാണ്. 12,000 ആയി. ബാലൻസ് എവിടെ വരുന്നത്? ഇറ്റ് വിൽ ബി ഓൺ ക്രെഡിറ്റ് സൈഡ് ആസ് ₹10,000. ഈ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ കണ്ടെത്തിയ 10,000 രൂപയാണ് ഈ വർഷം നടത്തിയ ക്രെഡിറ്റ് പർച്ചേസ് ഇനത്തിൽ നമ്മൾ വകവയ്ക്കേണ്ടത്. അവിടെ നമ്മൾ എന്തെന്ന് എഴുതുന്നു? ബൈ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഈ 10,000 എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി. ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ടും ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് നമ്മൾ അതാത് സൈഡിൽ രേഖപ്പെടുത്തി. അവർക്ക് കൊടുത്ത പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഡിഫറൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നേക്കുന്ന ഈ ഡിഫറൻസ് ഈ വർഷം അവരോട് നമ്മൾ നടത്തിയ ക്രെഡിറ്റ് പർച്ചേസിനെ സൂചിപ്പിക്കുന്നു. ഈ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ക്യാഷ് പർച്ചേസിലേക്കുള്ള നമ്മുടെ സൂചന എന്ന് പറയുന്നത്. സോ 10,000 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയായിട്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്നും വ്യക്തമായി. വി ഹാവ് കാൽക്കുലേറ്റഡ് ദ ക്രെഡിറ്റ് പർച്ചേസസ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ഈസ് ക്യാഷ് പർച്ചേസ്. അതിനുള്ള ഹിന്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു കഴിഞ്ഞു. ക്രെഡിറ്റ് പർച്ചേസിന്റെ 10% ക്യാഷ് പർച്ചേസ് ആയിട്ട് നമ്മൾ കണക്കാക്കണം എന്ന് പറയുമ്പോൾ 10,000 രൂപയാണ് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി കണ്ടെത്തിയ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. 10,000ന്റെ 10% എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 1,000 rupees and that 1,000 rupees is to be treated as the cash purchases during this year. ഇപ്പോൾ 10,000 രൂപ ക്രെഡിറ്റ് പർച്ചേസസും 1,000 രൂപ ക്യാഷ് പർച്ചേസും കൂടിയായിട്ട് പരിഗണിച്ചാൽ മൊത്തം നമ്മുടെ സ്ഥാപനം നടത്തിയ പർച്ചേസ് എന്ന് പറയുന്നത് 11,000 rupees ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പർച്ചേസ് എന്ന് പറയുന്ന ഫിഗർ കംപ്ലീറ്റ് ആയി. 10,000 rupees ക്രെഡിറ്റ് പർച്ചേസും 1,000 rupees ക്യാഷ് പർച്ചേസുമായിട്ട് കിട്ടിയപ്പോൾ ടോട്ടൽ 11,000 പർച്ചേസ് നമ്മൾ നടത്തിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഈ 11,000 പർച്ചേസസ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റെപ്പിലൂടെ ഈ വർഷത്തെ സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തത് എത്ര എന്ന് കണ്ടുപിടിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക, അതിൻ്റെയോടൊപ്പം ഈ ടോട്ടൽ പർച്ചേസസ് ആഡ് ചെയ്യുക, കറണ്ട് ഇയറിലെ പർച്ചേസ് ആഡ് ചെയ്യുക, അതിൽ നിന്നും
ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ആയി കഴിഞ്ഞു. സോ വി വിൽ പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഡ്യൂറിംഗ് ദിസ് 2018-2019. എങ്ങനെയാ? ബൈ പ്രിപ്പയറിംഗ് ദ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒഴിവാക്കിയിട്ട് നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ രീതി ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട് ആണ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദിസ് കറന്റ് ഇയർ. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതിൽ ആ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ആയിട്ടുള്ള 2100 രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബ്രോഡ് ഡൗൺ ചെയ്യണം. അതേ സ്റ്റോക്കിൽ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള 31 മാർച്ച് 2019 നമ്മുടെ കൈവശിരിക്കുന്ന അൺയൂസ്ഡ് സ്റ്റോക്ക് ആയിട്ടുള്ള അതാ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഫിഗറിനെ ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്ത് കാണിക്കുകയും വേണം. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫിഗർ അസറ്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ഡേറ്റിൽ ബ്രോഡ് ഡൗൺ ചെയ്തു. ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ആയിട്ടുള്ള എമൗണ്ടിനെ ക്യാരി ഡൗൺ ചെയ്തു. അത് ക്രെഡിറ്റ് സൈഡിലും ക്യാരി ഡൗൺ ചെയ്തു. ഇനി നമുക്കുള്ള ഇൻഫർമേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. 1000 രൂപയുടെ ക്യാഷ് പർച്ചേസ് നടത്തി. ഈ 1000 രൂപ കണ്ടെത്തിയത് ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടെത്തി. അതിന്റെ 10% 1000 രൂപ ക്യാഷ് പർച്ചേസ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചു. ഈ വർഷത്തെ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയല്ലോ 10,000. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട് 10,000 റുപ്പീസ് അക്കൗണ്ടിലൂടെ കണ്ടെത്തിയ ഫിഗറാണ്. ഈ അക്കൗണ്ടിന്റെ ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ എങ്ങനെയാണ് കൺസ്യൂംഡ് മെറ്റീരിയൽസ് കണ്ടെത്തിയത്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഒപ്പം പർച്ചേസസ് ആഡ് ചെയ്തു. ടോട്ടൽ ഫിഗറിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്തത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ സ്റ്റേറ്റ്മെന്റ് രൂപേണ തയ്യാറാക്കിയെങ്കിൽ ഇവിടെ അക്കൗണ്ടിലൂടെ തന്നെ തയ്യാറാക്കി കാണിക്കുവാണ്. സോ ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ പ്രൊസീഡ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയല്ലേ ഇവിടെയും ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ അക്കൗണ്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കണം ഈ വർഷം കൺസ്യൂം ചെയ്ത സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് അല്ലെ. അതിനെ വേണം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അതിന്റെ ഡെബിറ്റ് സൈഡിലോട്ട് രേഖപ്പെടുത്തി കാണിക്കാനും. അക്കൗണ്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. The balance will be transferred to income and expenditure account. That will be the balancing figure, and here the answer is 12,600. അപ്പോൾ 12,600 രൂപയുടെ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ആണ് ഈ വർഷം നമ്മൾ യൂസ് ചെയ്തത് അഥവാ കൺസ്യൂം ചെയ്തത്. ഈ എമൗണ്ട് ആണ് ഈ വർഷം ഈ സ്റ്റോക്ക് ഇനത്തിൽ ഈ ക്ലബിന് ചെലവായ തുക. ഈ ചെലവായ തുകയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഒരു അക്കൗണ്ട് ഫോർമാറ്റിലൂടെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ്. രണ്ടും സെയിം തന്നെയാണ്, അപ്രോച്ച് സെയിം ആണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അവിടെ ഫോളോ ചെയ്ത ആ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ നമ്മൾ സ്വീകരിച്ച മെത്തേഡ് തന്നെയല്ലേ ഇവിടെയും നമ്മൾ നടപ്പിലാക്കിയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ശ്രദ്ധിച്ചോളാ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത് എങ്ങനെയാ? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഒപ്പം ആ വർഷത്തെ പർച്ചേസസ് നമ്മൾ ആഡ് ചെയ്യും അല്ലെ. ഇവിടെ പർച്ചേസസ് എത്രയുണ്ട്? 2 പർച്ചേസും ഉണ്ട്. ക്യാഷ് പർച്ചേസും ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് എത്രയാ? 11,000 റുപ്പീസിന്റെ പർച്ചേസസ് ആണ് നമ്മൾ ഇവിടെ നടത്തിയതായിട്ട് കിട്ടിയത്. അതിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തി. ക്രെഡിറ്റ് പർച്ചേസിന്റെ 10% ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ അതിനെ ക്യാഷ് പർച്ചേസ് ആയിട്ടും പരിഗണിച്ചു. സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 11,000. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്പ് ഓർത്ത് നോക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 2,100ന്റെ കൂടെ ടോട്ടൽ പർച്ചേസസ് നമ്മൾ ആഡ് ചെയ്യുന്നു 11,000. അതിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടത് ഏതാ? ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 500 rupees. That will give the answer 12,600, which is the stock consumed during the current year, which should be debited in the income and expenditure account. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഫോളോ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് അക്കൗണ്ടിലൂടെയും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. രണ്ടും രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഐ തിങ്ക് യു ആർ വെരി വെൽ ക്ലിയർഡ്. കാൽക്കുലേഷൻ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 മെത്തേഡും പരിചയപ്പെട്ടു. സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലൂടെ സ്റ്റോക്ക് കൺസംഷൻ കണ്ടുപിടിച്ചു. ഒപ്പം കൺസേൺഡ് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും ഈ പറയുന്ന ഫിഗർ കണ്ടെത്തി. 2 രീതിയും നിങ്ങൾക്ക് വ്യക്തമായത് തന്നെ വിചാരിക്കുകയാണ്. സോ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്ത ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത്? സ്റ്റോക്ക് ഓഫ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഒപ്പം
പർച്ചേസസ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ആഡ് ചെയ്തു. ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ 2 പർച്ചേസും കൂടി ആഡ് ചെയ്താണ് ടോട്ടൽ പർച്ചേസ് നമ്മൾ കണക്കാക്കിയത്. ദെൻ കിട്ടുന്ന ഈ ടോട്ടൽ ഫിഗറിൽ നിന്നും വി ഹാവ് ടു ഡിഡക്ട് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സച്ച് സ്റ്റോക്ക് ഐറ്റം. ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം യൂസ്ഡ് ഓർ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ കൈവശം ക്ലോസിംഗ് ഡേറ്റിന് ഇരിക്കുന്ന സ്റ്റോക്കിനെ ആ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഒപ്പം ഈ കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള ആൻസർ, അതായത് സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡിനെ നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തും കൂടി രേഖപ്പെടുത്തണം. ഇവിടെ ഈ പർച്ചേസസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയ അക്കൗണ്ട് ഏതായിരുന്നു? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തി. ക്രെഡിറ്റ് പർച്ചേസിന്റെ 10% കാൽക്കുലേഷനിലൂടെ ക്യാഷ് പർച്ചേസും കണ്ടെത്തിയിട്ടാണ് ടോട്ടൽ പർച്ചേസ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് എടുത്തത്. സോ പർച്ചേസസ് മിസ്സിംഗ് ആണെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ എ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം ആഡ് ചെയ്യുന്ന പർച്ചേസസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റിലൂടെ കണ്ടുപിടിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓൾറെഡി നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റിലൂടെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ കറണ്ട് ഇയറിലെ സ്റ്റോക്ക് ഐറ്റം ആക്ച്വലി പർച്ചേസ്ഡ് കണ്ടുപിടിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഹിയർ വി ആർ പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെന്റ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റോക്ക് ഐറ്റം ആക്ച്വലി പർച്ചേസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. അതായത് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ നമ്മൾ തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിച്ച അതേ പ്രൊസീജിയർ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ അവതരിപ്പിച്ചാൽ എങ്ങനെ വരും എന്നും കൂടെ നമുക്ക് നോക്കാം. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് സച്ച് സ്റ്റോക്ക് ഐറ്റംസ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. ഈ വർഷം നമ്മൾ സ്റ്റോക്ക് ഇനത്തിൽ ചെലവാക്കിയ തുക വെച്ചാണ് സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഒപ്പം വി ഹാവ് ടു ആഡ് ദ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയതുകൊണ്ട് കറണ്ട് ഇയറിലെ കണക്കിൽ തന്നെ ഉൾപ്പെടേണ്ടതായതുകൊണ്ടും ഇത്തരം ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള രീതിയിൽ കാണുന്ന ഫിഗറിനെ നമുക്ക് ആഡ് ചെയ്യണം. അതായത് ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സിനെ വി ഹാവ് ടു ആഡ് വിത്ത് ദിസ് എമൗണ്ട്. We have to add the advance paid to suppliers as on the opening date. ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്നുള്ള എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ കാണുന്ന ഈ അഡ്വാൻസ് എമൗണ്ടും കൂടി ഇതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ കാരണം ഇതാണ്. കഴിഞ്ഞ വർഷം അഡ്വാൻസ് പേ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഈ വർഷത്തെ സ്റ്റോക്ക് ഐറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസിന് വേണ്ടിയിട്ടായിരിക്കും. സോ കഴിഞ്ഞ വർഷം ഉൾക്കൊള്ളിക്കാത്ത ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസ് ആയിട്ട് അസറ്റ് സൈഡിൽ കാണിച്ചിരുന്ന ഈ എമൗണ്ടിനെ ഈ വർഷത്തെ കണക്കിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ അതിനെയും കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ട 3 ഫിഗേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എലോങ് വിത്ത് ദ എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് സ്റ്റോക്ക് ഐറ്റം ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ, we have to add the creditors outstanding as on the closing date. അത് കറണ്ട് ഇയറിലെ ആയതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. ഈ വർഷത്തെ കണക്കിൽ തന്നെ ഉൾപ്പെടേണ്ടതായതുകൊണ്ട് അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഈ 3ഉം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ഫിഗറിൽ നിന്നും ലെസ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. വി ഹാവ് ടു ലെസ് ദ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള നിലയിൽ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ നിന്നും ലെസ് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഐറ്റമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള കുടിശ്ശിക ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കിലാണ് അത് ഉൾപ്പെടേണ്ടതായതുകൊണ്ട് ഈ വർഷം ആ ഔട്ട്സ്റ്റാൻഡിങ് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പേ ചെയ്ത തുകയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ഈ എമൗണ്ടിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് വി ഹാവ് ടു ഡിഡക്റ്റ് എന്ന് പറയുന്നത്. We have to deduct the advance paid to suppliers as on the closing date. ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലും സപ്ലയേഴ്സിന് കൊടുത്തതായിട്ട് കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ തുകയും കൂടി ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ക്ലോസിംഗ് ഡേറ്റിലുള്ള ഈ അഡ്വാൻസ് കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും കൊണ്ടല്ല.
കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തേക്കുന്ന ഈ തുക എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ സ്റ്റോക്ക് ഐറ്റമായിട്ടുള്ള പർച്ചേസിന് വേണ്ടി നൽകിയ മുൻകൂർ തുക ആയതുകൊണ്ട് അത് അടുത്ത വർഷത്തെ കണക്കിൽ പോകേണ്ടതായതുകൊണ്ട് ഈ വർഷം പേ ചെയ്ത ഈ എമൗണ്ട് ഈ വർഷത്തെ കണക്കിൽ നിന്നും നമ്മൾ നീക്കം ചെയ്യേണ്ട ഭാഗമായിട്ട് പേയ്മെന്റ് എമൗണ്ടിൽ നിന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതാണ് സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് അഡ്വാൻസ് പെയ്ഡ് ടുവേർഡ്സ് സ്റ്റോക്ക് ഐറ്റംസ് which is available from the payment side of the receipts and payments account. അതിൻ്റെ ഒപ്പം add creditors outstanding as on the closing date, add advance paid to suppliers as on the opening date. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത കിട്ടുന്ന തുകയിൽ നിന്നും we have to deduct two items, that is creditors outstanding as on the opening date and also advance paid to suppliers as on the closing date. So ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? That denotes the stock items purchased during the year which is to be taken to the next level calculation of stock items consumed. ഈ വർഷം നമ്മൾ നടത്തിയ ക്രെഡിറ്റ് പർച്ചേസസിന്റെ ഇൻഫർമേഷൻ ആണ് ഈ രീതിയിൽ നമ്മൾ കണ്ടെത്തിയത്. ഈ എമൗണ്ടിനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ പർച്ചേസസ് ഉൾപ്പെടുത്തി നെക്സ്റ്റ് ലെവലിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൽ എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്തെന്നും എത്രത്തോളം എമൗണ്ട് ആണ് ആ ഇനത്തിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് വിനിയോഗിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രെഡിറ്റ് പർച്ചേസസ് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ തയ്യാറാക്കി നമുക്ക് ആ ആൻസറിലോട്ട് എത്താം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ച ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡും പഠിച്ചു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഓർക്കേണ്ട ഒരു കാര്യം, രണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്, രണ്ടിൻ്റെയും ലോജിക്ക് സെയിം ആണ്, പക്ഷേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി മാത്രമേ അതിൽ വ്യത്യാസപ്പെടുന്നുള്ളൂ. സോ രണ്ട് മെത്തേഡ് പ്രകാരവും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ള നിലയിൽ ഈ സ്ക്രീനും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുക. സോ ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തയ്യാറാക്കിയ രീതിയും അക്കൗണ്ട് വരച്ച് തയ്യാറാക്കിയ രീതിയും കൂടി ക്ലബ് ചെയ്ത് ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള സിമിലാരിറ്റീസ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ പോർഷനിൽ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തതിൽ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി ആൻസർ എടുത്തു വെച്ചേക്കുന്ന ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തേക്കുവാണ്. സോ സ്റ്റേറ്റ്മെന്റ് മെത്തേഡും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പ്രകാരം ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നും ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അഥവാ വന്നാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കറക്റ്റായിട്ട് വരച്ച് പോസ്റ്റിംഗ് കൃത്യമായിട്ട് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പ്രകാരം നമുക്ക് ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതും ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ സാധിക്കുമെന്നും കൂടി നിങ്ങൾ ഇതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പ്രകാരം ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം മുഖവിലേക്ക് എടുത്ത ഫിഗർ ഏതായിരുന്നു? ദ എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് സ്റ്റോക്ക് ഐറ്റംസ് 10,800. താഴത്തെ അക്കൗണ്ടിലും അത് തന്നെ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആ എമൗണ്ടിൻ്റെയോടൊപ്പം അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചു പോവുക. ഒരേ സൈഡിലുള്ളത് തന്നെ ആഡ് ചെയ്യുന്നു, മറുവശത്തുള്ളത് ലെസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഫോളോ ചെയ്തേക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. Starting with amount paid towards stock items, we have to add creditors outstanding as on the closing date. അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള 1,200 രൂപ നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ആഡ് അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. അത് ഈ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം നമുക്കിവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഇനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തി തരുന്നതാണ്. സോ തൽക്കാലം ഈ ക്വസ്റ്റ്യനിൽ അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഇനം ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി പോവാം. സോ മേൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആ ഇനം കൂടി ഞാൻ തൽക്കാലം ഉൾപ്പെടുത്തി പോവാണ്. പക്ഷെ നിൽ എന്നുള്ള വാല്യൂ ഇട്ട് അതിന്റെ അഭാവം ഞാൻ കാണിച്ചു തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലഭ്യമായ ഫിഗേഴ്സിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ വിനിയോഗിച്ചു. ഒന്ന്, എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് സ്റ്റോക്ക് ഐറ്റംസ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ഈ വർഷം പേയ്മെന്റ് നടത്തിയ 10,800 രൂപ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് സൈഡിൽ നിന്നും ലഭ്യമായ ഈ 10,800-നോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത ഫിഗർ ഏതായിരുന്നു? ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അതിന്റെ കാരണം ഈ വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയതുകൊണ്ടാണ് കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്.
ദെൻ അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ഫിഗർ ആയിട്ടുള്ള 12,000 റുപ്പീസിൽ നിന്നും നമ്മൾ ലെസ് ചെയ്യേണ്ട ഫിഗറിലോട്ട് കടക്കുവാണ്. വി ഹാവ് ടു ലെസ് ദ ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. ക്വസ്റ്റ്യൻ പ്രകാരം അത് 2000 രൂപയാണ്. അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒന്നാമതായിട്ട് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്ത എമൗണ്ട് തന്നെയാണ് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ? അത് കഴിഞ്ഞ വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള തുകയായിരുന്നു ആ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. ഈ വർഷം അതിനെ ഓപ്പണിംഗ് ഡേറ്റിൽ ബ്രോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആ തുകയും കൂടി ഈ കൊടുത്ത 10,800 ഉൾപ്പെട്ട സ്ഥിതിക്ക് ഈ വർഷത്തെ കണക്കിൽ നിന്നും അതിനെ നീക്കം ചെയ്യണം. വൈ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ പ്രീവിയസ് പേയ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ വർഷം നമ്മൾ ക്ലിയർ ചെയ്തത്. സോ ഈ വർഷത്തെ പേയ്മെന്റിൽ നിന്നും തീർച്ചയായിട്ടും അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ തുകയിൽ നിന്നും ഈ 2000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് വി ഹാവ് ടു ഡിഡക്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ ഡിഡക്ട് ചെയ്തത്? വി ഹാവ് ടു ഡിഡക്ട് ദ അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അതും ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യം, രണ്ട് എമൗണ്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, ഒരു എമൗണ്ട് നമ്മൾ ലെസ് ചെയ്തു. ഏതൊക്കെയാ ആഡ് ചെയ്തത്? കറണ്ട് ഇയറിൽ സ്റ്റോക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പേയ്മെന്റ് ആയിട്ടുള്ള 10,800 ഒപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ആഡ് ചെയ്തു. ആ ടോട്ടൽ ഫിഗർ ആയിട്ടുള്ള 12,000 റുപ്പീസിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ഡിഡക്ട് ചെയ്തു. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടേണ്ടതായതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീവിയസ് ഇയറിലെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതായതുകൊണ്ട് ആ പേയ്മെന്റിനെ നമ്മൾ ലെസ് ചെയ്ത് മാറ്റി. ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് റിഫ്ലക്റ്റഡ് ഫ്രം ദിസ് അക്കൗണ്ട്? ദ റിസൾട്ട് വിൽ ബി the stock item purchased during the current year. Actual purchase during the current year ആണ് ഈ കിട്ടിയേക്കുന്ന 10,000 രൂപ. This amount should be considered for the calculation of stock of item consumed during the year and that amount should be debited to income and expenditure account. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ ഈ ഫിഗറിനെ വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. സോ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ പ്രൊസീഡ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് അക്കൗണ്ട് വരച്ച് നമ്മൾ പോസ്റ്റിങ്ങിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫിഗറും തമ്മിലുള്ള സിമിലാരിറ്റി വ്യക്തമായെന്ന് തന്നെ വിചാരിക്കുന്നു. സോ സ്റ്റുഡൻസ്, വി വിൽ കൺക്ലൂഡ്. ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡും പരിചയപ്പെട്ടു, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് അതിന്റെ ബാലൻസിലൂടെ എങ്ങനെ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം എന്നുള്ളതും കണ്ടുപിടിച്ചു. രണ്ട് മെത്തേഡിലും നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ റിസൾട്ടും കൺസെപ്റ്റും സെയിം തന്നെയാണ്. അറ്റ് എ ടൈം സ്റ്റേറ്റ്മെന്റ് മെത്തേഡും അതിനൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ടും കൂടി തയ്യാറാക്കി രണ്ടിൻ്റെയും കൂടി സിമിലാരിറ്റി ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. സോ സ്റ്റേറ്റ്മെന്റ് പ്രകാരം വി ഹാവ് ആഡഡ് ദ എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ. അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്തതും ആ ഫിഗറിൽ തന്നെയാണ് 10,800. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ആഡഡ് ദ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം 1,200 രൂപ നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്തു. അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതേ സൈഡിൽ തന്നെയാണ് ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ആഡഡ് ടു ദ 10,800 the payment made towards creditors. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അഡ്വാൻസ് പേ ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ഇതിനോടൊപ്പം ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ തൽക്കാലം ആ ഫിഗർ ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റേജ് നമ്മൾ സ്കിപ്പ് ചെയ്തു. സോ നൗ ദ ടോട്ടൽ വിൽ ബിക്കം, സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണെങ്കിലും അക്കൗണ്ട് പ്രകാരമാണെങ്കിലും നമുക്ക് കിട്ടുന്ന ടോട്ടൽ 12,000 റുപ്പീസ് ആണ്. ഇനി ഡിഡക്ട് ചെയ്യുന്ന സെക്ഷനിലോട്ടും കൂടെ പോവാം. അതിൽ ആദ്യം നമ്മൾ ഡിഡക്ട് ചെയ്ത് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആയിരുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അക്കൗണ്ടിന്റെ മറുവശത്താണ് ആ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബാലൻസ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്ത്. സോ ദാറ്റ് മീൻസ് ആഡ് ചെയ്തേക്കുന്ന ടോട്ടലിൽ നിന്നും ആ 2,000 രൂപ വി ഹാവ് ടു ഡിഡക്ട്. ദ നെക്സ്റ്റ് ഐറ്റം വി ഹാവ് ടു ഡിഡക്ട് വാസ് അഡ്വാൻസ് പേ ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. സോ ആ ഒരു ഇനം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. സോ നൗ ദ റിസൾട്ട് വിൽ ബിക്കം 12,000 മൈനസ് 2,000. അത് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും കറക്റ്റ് ആണ്, അക്കൗണ്ട് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടൽ 12,000 നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള 2,000 നമ്മൾ ലെസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എത്രയായിരിക്കും? 10,000 റുപ്പീസ്. ആൻഡ് ദാറ്റ് ഡിനോട്ട്സ് ദ ക്രെഡിറ്റ് പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. സ്റ്റേറ്റ്മെന്റിലും അത് വ്യക്തമാണ്, അക്കൗണ്ട് നോക്കിക്കേ, അക്കൗണ്ടിലും അത് വ്യക്തമാണ്. 10,000 ഈസ് ദ റിസൾട്ട് വിച്ച് ഡിനോട്ട്സ് ദ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. സോ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലൂടെ ആയാലും ക്രെഡിറ്റേഴ്സ് ഫോർ കൺസേൺഡ് സ്റ്റോക്ക് ഐറ്റം അക്കൗണ്ടിലൂടെ ആയാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ്. രണ്ടിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺസെപ്റ്റും സെയിം തന്നെയാണെന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് കണ്ടെത്താനായിട്ട് അതിനും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി. അതിൻ്റെ ഒപ്പം തന്നെ കൺസേൺഡ് സ്റ്റോക്ക് ഐറ്റമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് അക്കൗണ്ട് തയ്യാറാക്കിയും നമ്മൾ സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ഇത് തമ്മിലുള്ള സിമിലാരിറ്റിയും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ട് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു അക്കൗണ്ടുമാണ്. കാൽക്കുലേഷൻ ഓഫ് സ്റ്റോക്ക് കൺസ്യൂംഡ് സ്റ്റേറ്റ്മെൻറ്റും സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ടിൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറ്റ് എ ടൈം ഡിസ്പ്ലേ ചെയ്യുവാണ്. സ്റ്റേറ്റ്മെൻറ്റിലൂടെയുള്ള അതേ പ്രോസസ്സ് തന്നെയാണ് അക്കൗണ്ടിലൂടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. ദാറ്റ് മീൻസ് ദ സ്റ്റോക്ക് ആസ് ഓൺ 1/4/2018 ആസ് പെർ ദ കറണ്ട് ക്വസ്റ്റ്യൻ 2100. സ്റ്റോക്ക് അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തിരുന്നു 2100. സോ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണെങ്കിലും അക്കൗണ്ട് പ്രകാരമാണെങ്കിലും ആഡ് ചെയ്യുന്നതും ലെസ് ചെയ്യുന്നതും ഒരേ സൈഡിൽ വരുന്ന ഐറ്റം അല്ലേ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് പോയാൽ മാത്രം മതിയാവും. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ വി ഹാവ് ആഡഡ് ദ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. അതിനകത്ത് ക്യാഷ് പർച്ചേസസ് 1000 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തി. അത് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരുന്നു. അതിനോടൊപ്പം ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് കണ്ടെത്തി, അഥവാ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലൂടെ കണ്ടെത്തി. കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പർച്ചേസസ് വിൽ ബിക്കം 11,000 ആൻഡ് ദ ടോട്ടൽ വിൽ ബിക്കം 13,100. ദെൻ അതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ട ഒരു ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ആയിരുന്നു. ദാറ്റ് ഈസ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അത് നമ്മുടെ കൈവശം 500 രൂപയുടെ സ്റ്റോക്ക് മിച്ചമുള്ളതായിട്ട് നമ്മൾ കണ്ടു. അത് അക്കൗണ്ടിൽ ക്യാരി ഡൗൺ ചെയ്ത ബാലൻസ് ആണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ സൂചിപ്പിക്കുന്നത്. സോ ദ നെറ്റ് റിസൾട്ട് വിൽ ബി 13,100 minus 500. ദ റിസൾട്ട് ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റിസൾട്ട് ആസ് പെർ ദ സ്റ്റോക്ക് അക്കൗണ്ട് വിൽ ബി സെയിം. ദാറ്റ് ഈസ് ഹൗ മച്ച്, വിച്ച് ഈസ് 12,600, and that amount denotes the stock of sports materials actually consumed during the year 2018-19, and this amount should be debited to income and expenditure account. സ്റ്റേറ്റ്മെന്റ് പ്രകാരം കിട്ടിയ റിസൾട്ട് നോക്കുകയെ 12,600 രൂപ. അത് തന്നെയാണ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറും 12,600 തന്നെയാണ്. ഇറ്റ് ഡിനോട്ട്സ് ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് in relation to stock of sports materials consumed during the current year. അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഇനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഇലുസ്ട്രേഷൻ പ്രോബ്ലവുമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഒരു എപ്പിസോഡും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കവർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഇനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഇനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇലിസ്ട്രേഷനുമായിട്ട് ഒരു എപ്പിസോഡും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി കാണുക, മനസ്സിലാക്കുക. സോ ആ ഇലിസ്ട്രേഷൻ കൂടി വിശദമാക്കിക്കൊണ്ടുള്ള ടോപ്പിക്കിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക് യു.